എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് 26 സെപ്റ്റംബർ വ്യാഴാഴ്ചയാണ്. നിഫ്റ്റി 50യും BSE സെൻസെക്സും ഡേ ലോയിൽ നിന്ന് റിക്കവർ ചെയ്യുകയും അവസാനത്തോടെ റെക്കോർഡ് ക്ലോസിങ്ങിലേക്ക് എത്തുകയും ചെയ്തു. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയുടെ പോസിറ്റീവ്നെസ് ഗെയിനിനെ സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റി 50 ഇന്നലെ 63.75 പോയിൻ്റ് ഉയർന്ന് 26,004 എന്ന ലെവലിലും സെൻസെക്സ് 255 പോയിൻ്റ് ഉയർന്ന് 85,169 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 26,061 എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. വളരെ ചെറിയൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമുക്കിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഇന്നലെ തുടർച്ചയായ രണ്ടാം ദിവസവും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 973.94 കോടിയുടെ സ്റ്റോക്കുകൾ ഇന്നലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടർച്ചയായ മൂന്നാം ദിവസവും ബൈയിങ്ങിലായിരുന്നു. 1778.99 കോടിയുടെ സ്റ്റോക്കുകൾ അവർ ബൈ ചെയ്തു. ഇന്നത്തെ ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതെന്ന് നോക്കാം. ഇന്ന് ഫാർമ കമ്പനീസ് വാച്ച് ലിസ്റ്റിലുണ്ടായിരിക്കണം. ഇന്ത്യയുടെ ഉന്നത ഡ്രഗ് റെഗുലേറ്ററി ബോഡിയായ ദി സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ 53 ഡ്രഗ് സാമ്പിൾസിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായ സൺ ഫാർമ, ഗ്ലെൻമാർക്ക്, ആൽക്കം ഹെൽത്ത് സയൻസ് എന്നിവയും ഈ ഫ്ലാഗ് ചെയ്തതിൽ ഉൾപ്പെടുന്നു. ഇതൊരു പക്ഷേ ഫാർമ കമ്പനികൾക്ക് നെഗറ്റീവ് ന്യൂസ് ആയേക്കാം. അടുത്തതായി ONGC കമ്പനി ONGC പെട്രോ അഡീഷൻസ് എന്ന കമ്പനിയിൽ 10,501 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ബോർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. അടുത്തതായി വേദാന്ത ഒക്ടോബർ 8 നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിൽ 4ാമത്തെ ഇൻറ്ററിം ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തതായി ഹിന്ദുസ്ഥാൻ കോപ്പർ മലാജ്ഖണ്ഡ് കോപ്പർ ഓർ ടാലിംഗ് പ്ലാന്റ് സെല്ല് ചെയ്യാൻ, അത് മധ്യപ്രദേശിലുള്ള പ്ലാന്റാണ്, അത് സെല്ല് ചെയ്യാൻ കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് സ്വീഡൻ ബേസ്ഡ് പോൾസ്റ്റാർ എന്ന കമ്പനിക്ക് വേണ്ടി ടെക് ഹബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ബാംഗ്ലൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അടുത്തതായി യൂനോമിൻഡ കൊറിയൻ ബേസ്ഡ് ഹ്യുണ്ടായി മൊബീസ് എന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് സ്പീക്കേഴ്സ് പോലെയുള്ള ലൈസൻസ്ഡ് പ്രൊഡക്ട്സ് നിർമ്മിക്കാനായി പാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അടുത്തത് സെൻ ടെക്നോളജീസ് എന്ന കമ്പനി റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ ആൻഡ് സർവിലൻസ് സിസ്റ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടി. അടുത്തത് IDFC ആണ്. IDFC ഫിനാൻഷ്യൽ ഹോൾഡിങ്സും IDFCയുമായിട്ട് മെർജ് ചെയ്തതിന് ശേഷം റിസൾട്ട് ആവുന്ന എൻറ്റിറ്റിയെ IDFC ഫസ്റ്റ് ബാങ്കിലോട്ട് മെർജ് ചെയ്യാനായി NCLT അപ്രൂവ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്പൈസ് ജെറ്റ് കാർലൈൽ ഏവിയേഷൻ 1.42% ഷെയർ ഓപ്പൺ മാർക്കറ്റ് വഴി ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്പൈസ് ജെറ്റിൻ്റെത്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസ്. അടുത്തതായി IPOയിലോട്ട് നോക്കാം. ആദ്യമായി മൻബ ഫിനാൻസ്. ഈ പബ്ലിക് ഇഷ്യൂ ഫൈനൽ ഡേയിൽ 224 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അടുത്തത് KNR ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേഷൻ. ഇത് ഫസ്റ്റ് ഡേയിൽ 24.09 ടൈംസാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൂന്നാമതായി ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ്. ഇതാണ് ഇന്ന് ബിഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കമ്പനി. ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സിൻ്റെ പ്രൈസ് ബാൻഡ് 159 to 168 പെർ ഷെയർ ആയിരിക്കും. 158 കോടിയുടെ IPO ഇഷ്യൂ എൻറ്റയർലി ഒരു ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ S&P 500 ഇന്നലെ ഒരു താഴ്ചയിലായിരുന്നു. അതേസമയം നാസ്ഡാക്ക് ഒരൽപ്പം പോസിറ്റീവാണ് ക്ലോസ് ചെയ്തത്.